മിന്നമിനുങ്ങേ മിന്നമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ മിന്നമിനുങ്ങേ മിന്നമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ അക്കരക്കുന്നിൽ നിന്നച്ഛനുണ്ടോ കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ അക്കരക്കുന്നിൽ നിന്നച്ഛനുണ്ടോ. അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ 4-ാം തീയതി നമ്മുടെ സിജോന്റെ കല്യാണമാണ് കേട്ടോ, നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്നേ. അപ്പൊ എന്റെ കല്യാണത്തിന് പോണ പ്രമാണിച്ചിട്ട് ഒന്ന് ഒരുങ്ങണം, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, പിന്നെ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ തിരക്ക് തന്നെ. കുറച്ച് ദിവസം വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആകെ തിരക്കിലായിരുന്നല്ലോ. അപ്പോൾ ആ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പോവാം. ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നഖം വളർത്തുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ. നഖം വളർന്നു നിൽക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അതൊന്ന് വെട്ടി സെറ്റാക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടി ഇത്. എന്നെ എപ്പോഴും മുന്നേ ചീത്ത അറിയും, ഇങ്ങനെ കയറ്റി വിട്ടു ഞാൻ അവന് വെട്ടല്ലേ. എനിക്ക് നഖം തീരെ ഇഷ്ടമല്ല. എനിക്കൊരു ഓക്കെ അല്ലാത്ത പോലെ ഈ സാധനം. അപ്പം ഞാൻ എപ്പോഴും നല്ല രീതിയിൽ ചെറുതായി വളർന്നു വരുമ്പോഴത്തേക്കും ഞാൻ അതിന് കളയും. ഈ നഖം ഇരിക്കുന്ന കൈ കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യം അതാണ്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അസല് കാറ്റാണ് ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പെരുന്നാളാണ്, പള്ളിപ്പെരുന്നാൾ. അതിൻ്റെ ഇന്നലെ നല്ല പോകണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ തീരെ വയ്യായിരുന്നു. പൊന്നൂനായാലും എനിക്കായാലും കാത്തൂനായാലും വയ്യാതെ ഈ മഞ്ഞത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അസുഖം കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഞങ്ങൾ ഇന്നലെ ഇറങ്ങിയില്ല. അതുപോലെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പോയച്ചു, പക്ഷെ ഞങ്ങൾക്ക് തീരെ വയ്യാത്തതിൻ്റെ ഒറ്റ കാരണത്താൽ എവിടേക്കും പോയില്ല. വയ്യാതെ ഒന്നും എളുപ്പമല്ല, നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഈ ജലദോഷമൊക്കെ പ്രത്യേകിച്ചിട്ട് ഒരു ജാതി പണിയാണ് വരും ഈ സാധനം. അപ്പോൾ ഞാൻ നഖം വെട്ടട്ടെ, നഖം വെട്ടിയിട്ട് ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ കാത്തുൻ്റെ നഖം വെട്ടാൻ വന്നിരിക്കുന്നുണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുന്ന നോട്ടം നോക്കിയേ. കാത്തുമാ എണീറ്റേ? ചിരിച്ചോടെ? ചിരിച്ചൂടെ നല്ല കുട്ടിയായിട്ട്? അപ്പൊ അവള് പറയണ ചിലപ്പോ കേക്കില്ല കേട്ടാ, കാരണം എൻ്റെ കയ്യിലാണ് മൈക്ക് ഉള്ളത്. കാത്തുമ്മ നഖവെട്ട് അല്ലേ അപ്പയുടെ മോന്തയുടെ തൊലിയൊക്കെ പോണത്. കുണിക്ക് നല്ലൊരു കിട്ടല് കിട്ടിയിട്ടാ. അത് നല്ല എന്താ പറയാ, പുലി മാന്തിയ പോലെ ആക്കി വെച്ചു കൊടുക്കണത്. കാത്തുമ്മ ഇന്ന് പോണ്ടേ? പോണ്ട? അപ്പയുടെ ചുന്ദരിപ്പന്നെ, അപ്പയുടെ ചുന്ദരിപ്പന്നല്ലേ നീയേ? ഊതിയ ഊതിയ ഊതിയ. അപ്പൊ പൊന്നും കാത്തുവിന്റെ നഖം വെട്ടി കൊടുക്കും. കാത്തുവിന് നഖം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഡേഞ്ചറാ, എല്ലാവർക്കും അപകടം. നല്ല മാന്തു മാന്തി തരും. അത് കാരണം തന്നെ കാത്തുവിന്റെ നഖം കൂടി
അപ്പോൾ കാത്തുൻ്റെ നഖം വെട്ടട്ടെ. ഓക്കെ, അപ്പം ഇനി ബാക്കി കാത്തുൻ്റെ നഖം വെട്ടിയിട്ട് ഇനി നമുക്ക് പറഞ്ഞ എനിക്കൊന്ന് ബാർബർ ഷോപ്പിൽ പോകണം. പിന്നെ ഒന്ന് ആ മാലൊന്ന് ചേഞ്ച് ചെയ്താക്കണം. കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. വെയിറ്റ് ചെയ്യാം. കാത്തുൻ്റെ നഖം എന്തായാലും പുണ്ണ് വെട്ടട്ടെ. ഞാൻ നേരെ പോയി പല്ലേക്കാൻ നോക്കിയപ്പോൾ നമ്മൾ കാത്തുമ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ, ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ അവിടെ എവിടെ ഇരിക്കാണ്ടും വേഗം പല്ലേക്കാന്ന് വെച്ചിട്ട് ഞാൻ വേഗം ബ്രഷ് എടുത്ത് വിട്ടയച്ചു. ബ്രെഡ് പാലും പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ആക്കും. ഓ കഴിക്കുക. ഇതിന് ഉടനെ കൊത്തുപൊരി കഴിക്കാൻ കിട്ടുക, പക്ഷെ എന്നാലും രസമാണ് കഴിക്കാൻ. കുറച്ച് കൂടുതലായിരുന്നു. ഓ കഴിച്ചു കഴിച്ചു കഴിച്ചോ, വെച്ചു വേണ്ട, നീ കഴിച്ചോ. ഓക്കെ, അപ്പോൾ എൻ്റെ പെമ്പറിനോട്ടി എനിക്ക് വേണ്ടിയിട്ട് പൊട്ടിപ്പൊളിഞ്ഞ ബ്രെഡ് ഉണ്ടാക്കിയിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട്. അത് കാരണം അവിടെ അപ്പോൾ എനിക്കിത് മതി, വേറെ ഒന്നും വേണ്ട പറഞ്ഞപ്പോഴാണ് അവിടെ എനിക്ക് ഉണ്ടായി തന്നത്. അപ്പോൾ താങ്ക് യു ഫോർ ദ. ഇന്ന് കാത്തമ്മയ്ക്ക് എന്തില്ലാത്ത ശീലക്കാരാണ്, കുളിക്കാൻ വേണ്ടി നിന്ന ആൾക്കാരാണ് അല്ലേ, പാന്തത്തി അല്ലേ. ആ അപ്പൊ അങ്ങനെ ആളായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇത് ഉണ്ടാക്കട്ടെ അല്ല പിന്നെ പാവന്റെ കെട്ടിയ ഏട്ടാ ഭയങ്കര വാശി. കാരണം ഞാൻ തക്കാളിച്ചോറ് ഉണ്ടാക്കിയിട്ട് പോയതാട്ടാ. ഏട്ടൻ പിന്നെ വീടൊക്കെ അടിച്ചോരിട്ടന്നു, സലാഡ് ഉണ്ടാക്കിയായിരുന്നു, അടക്കള വൃത്തിയാക്കി തന്നു. താങ്ക് യു. നമ്മളെല്ലാം വേറെ ചെയ്തു കണ്ട അടിച്ചൊരുക്കൂടെ കൂട്ടി വന്നിട്ടുണ്ട്. എനിക്കോരറിയില്ല, എപ്പോഴും കൂട്ടി വെച്ച് തരും. കടിത്തുണ്ടിലൊക്കെ മടക്കി വെച്ചോ. ഇതെനിക്ക് പ്രമോഷൻ കിട്ടിയിട്ട് 2 ദിവസമായിട്ടോ. ഇത് ഞാൻ ഇതുവരെ വീഡിയോ എടുത്തിട്ടും ഇല്ല, എടുത്തിട്ടില്ല. കാത്തും മഴ നല്ല ഉറക്കം. തക്കാളിച്ചോറ് എണ്ണത്തിൻ്റെ ടേസ്റ്റ് വന്നിട്ടില്ല ഒന്നും. എൻ്റെ നടത്തത്തിന് ഞൊണ്ടി ഇന്നും വന്നു. ഓ ഈ മുളകാണ് കേട്ടോ. ഫുഡ് കഴിച്ചാലോ ഉമ്മീ? തക്കാളിച്ചോറിൻ്റെ കോമ്പിനേഷനൊക്കെ പഠിച്ച് വെച്ചില്ല കള്ളല്ലേ. എന്താ ടേസ്റ്റ് ഉണ്ടോ ഞാൻ നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ടോ? കറി മസാല കുറച്ച് കുറഞ്ഞു. ഉപ്പ് ബാക്കി സെറ്റാ. അങ്ങനെ ഞാൻ വീടൊക്കെ തുടച്ചിടാണ്. ഏട്ടൻ എന്തായാലും അടിച്ചോരിട്ടതാണ്. അപ്പം അടക്കം തുടച്ചിട്ട് കഴിഞ്ഞ് നമ്മൾ പണി കഴിഞ്ഞല്ലോ. നമ്മൾ കാത്തുമ്പോൾ ഉറങ്ങുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുക. പോരാത്തിന് എൻ്റെ ശബ്ദം കേട്ടാൽ മനസ്സിലാവും എനിക്ക് തീരെ വയ്യ കേട്ടോ. എനിക്ക് നല്ല പനിയും ജലദോഷമൊക്കെയാണ്. അതുകൊണ്ടാണ് പല വീഡിയോസും മിസ്സായി പോയിട്ടുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എന്നല്ലാതെ അത് കഴിക്കണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കുറേ നേരത്തേക്ക് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ മൂക്ക് കടഞ്ഞിട്ട് ഞാൻ പോയി കിടക്കുകയായിരുന്നു. പിന്നെ ഒന്ന് ഉഷാറായപ്പോൾ കാത്തുമ്മേനെ ഉറക്കി ഒന്ന് ഉഷാറായപ്പോൾ ഒന്ന് തക്കാളി ചോറൊക്കെ ഉണ്ടാക്കി. അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കാത്തുമ്മേനെ ഉറക്കി വന്നിട്ടാണ് പിന്നെ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ കാത്തുമ്മ നല്ല ഉറക്കാട്ട. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ കണ്ട പണികൾ ചെയ്യുന്നത്. നമുക്ക് എന്നും പണിക്ക് ആളെ വെക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരാഴ്ച മുന്നേ നമ്മൾ ചേച്ചീനെ വെച്ച് ന്യൂ ഇയറിന് മുന്നേ ഒക്കെ നമ്മൾ ചേച്ചീനെ വെച്ച് വീടൊക്കെ വൃത്തിയാക്കിച്ചതാണ്. ഇനി നമുക്ക് എന്നും പണിക്ക് ആളെ വെക്കുന്നത് ശരിയല്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. അത് എനിക്ക് ടൈമും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന പണികൾ ഇവിടെ ഉള്ളൂ. പക്ഷേ നമ്മൾക്ക് ഉണ്ണി നമ്മളെ കയ്യിൽ നിന്ന് വിട്ട് മാറുന്നില്ല. പിന്നെ എനിക്കെന്തോ ഒരു കഷ്ടകാലം പോലെയാണ്.
കുറച്ച് ദിവസമായിട്ട് നല്ല പനിയും ബുദ്ധിമുട്ടും. അത് പോരാത്തതിന് എനിക്ക് കാലിൻ്റെ ഒരു ബാക്ക് സൈഡ് ഭയങ്കര വേദന കേട്ടോ. അതുകൊണ്ട് എൻ്റെ നടത്തത്തിൽ ഞൊണ്ടിയിട്ടാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് പാൻറ്റിന് ചുരിദാറുകൾ മടക്കറിയില്ല, എൻ്റെ പാൻറ്റ് മടക്കുമ്പോൾ റെഡി ആവണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയൊക്കെ അവിടെ ഒരു മേശയും ഇരിക്കുന്ന തുണികളൊക്കെ മടക്കിയതാട്ടോ. ഈ ഒരു 3-4 തുണികൾ മാത്രമേ എനിക്ക് മടക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വേട്ട സിനിമ കാണുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ സിനിമ കാണാറില്ല. കല്യാണത്തിന് മുന്നേ ഒക്കെ നന്നായി ടി വി ഒക്കെ ഉണ്ടായിരുന്ന ആളാട്ടോ. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്കങ്ങനെ ടി വി കാണാൻ കിട്ടാറില്ല. ഞാൻ വല്ല പണിയിലാവും, അല്ലെങ്കിൽ പിന്നെ ഉണ്ണീരെ പിന്നാലെ ആയിരിക്കും. അപ്പോൾ ഏട്ടൻ തന്നെയാണ് കൂടുതലും ടി വി ആണ്. ഇപ്പം ഞാൻ വെറുതെ തുണി മടക്കി വയ്ക്കാൻ ഇങ്ങനെ ഇരുന്ന് ഏതായിരുന്നു സിനിമ പഞ്ചാബി ഹൗസാണ് ഉണ്ടായിരുന്നു, അതിരുന്ന് കണ്ടുകൊണ്ടിരിക്കട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ മുടിയൊക്കെ ഒന്ന് അയച്ചിട്ടുണ്ട്. എനിക്ക് മുടിയൊന്നും ഞാൻ നീരിയിട്ടോ ഒന്നുമില്ല, എനിക്ക് വയ്യാത്താനും തല വേദനിക്കണം. അപ്പോൾ മുടി ചിക്കോർത്താനൊന്നും എനിക്ക് വയ്യാട്ടോ. അതുകൊണ്ടൊന്നും മുടി ഏരിയിട്ടൊന്നുമില്ല, നല്ല ചടയായിട്ടിരിക്കണം. ഇപ്പോൾ ഈ വയ്യാണ്ടായതിൻ്റെ ശേഷം മുടിയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഹെയർ കെയർ ചെയ്യാൻ പറ്റുന്നില്ല, ശരീരം കെയർ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. നേരത്തെ ഫുഡും കൂടി നമുക്ക് കറക്റ്റായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തക്കാളി ചോറുണ്ടാക്കിയത്. കഞ്ഞി ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രയായാലും കുറച്ചേ കഴിക്കും, ഒരുപാട് കഴിക്കില്ല. പിന്നെ തക്കാളി ചോറൊക്കെ എനിക്ക് ഇഷ്ടമാണ്, അപ്പോൾ ഞാനത് കഴിക്കും. എനിക്കിഷ്ടമാണ്, ഏട്ടനും ഇഷ്ടമാണ്, ഉണ്ണിക്കും ഇഷ്ടമാണ്. നമ്മൾ 3 ഫുഡിൻ്റെ ദിവസം നന്നായി നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടാ. പിന്നെ അതായത് നമ്മൾ കുഞ്ഞിൻ്റെ ഡ്രസ്സാണ്. അന്ന് ക്രിസ്മസിൻ്റെ അച്ഛനമ്മയൊക്കെ വന്നപ്പോൾ ഇട്ട ഡ്രസ്സുകളൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കിയിട്ട് ഞാൻ കവറിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുകൊടുക്കാമല്ലോ വെച്ചിട്ടേ. പിന്നെ നമ്മൾ കുറച്ച് മേടിച്ചിടുന്ന സാധനങ്ങളായിരുന്നു കവറിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ഥിരം മേടിക്കുന്ന ഐറ്റംസ് അല്ല എനിക്ക് പ്രാവശ്യം കിട്ടിയത്. പേട്ടനാണ് ഇറങ്ങി മേടിച്ചത്, പക്ഷേ ആ നമ്പറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, ഞാൻ മേടിക്കുന്ന ഐറ്റംസ് ഇല്ലാത്തതുകൊണ്ടാണ് ഏട്ടൻ എൻ്റെ വേറെ മേടിച്ചത്. അപ്പോൾ ഞാനൊക്കെ നോക്കിയതാണ്, ഓക്കെ ആണോ കറക്റ്റാണ് എന്നൊക്കെ ഞാൻ ജസ്റ്റ് നോക്കിയതാണ്. പിന്നെ അതാ ഞാൻ തുണികളൊക്കെ സെറ്റ് ചെയ്യുന്നിടത്ത് മാറ്റി വെച്ചു. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പെട്ടെന്ന് കുക്കർ വിസിലടിക്കുന്ന ശബ്ദമാണെന്ന് വെച്ച് എഴുന്നേറ്റ്. പക്ഷെ അതല്ല കേട്ടോ, ഞങ്ങളെ വീട് താഴെ കുറച്ച് വെൽഡിങ്ങും പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ശബ്ദമാണ്. അപ്പം ഏട്ടനെ കളിയാക്കിയിട്ട് എന്നെ കുണ്ടിക്കടിച്ചതാണ് കണ്ടത്. അത് കഴിഞ്ഞ് വേഗം വന്ന് കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചതൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ തൊലക്കളഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. അതേപോലെ ഞാനും പെബി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. എനിക്ക് നന്നായി വിശക്കണം, മരുന്നൊക്കെ കഴിക്കണോണ്ട് നന്നായി വിശപ്പുണ്ടായിരുന്നു. അപ്പം എനിക്കും ബേബിക്കുള്ള തക്കാളി ചോറ് എടുത്തു. ഇത് ശരിക്കും ചൂടാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും ഒട്ടാതെ കിട്ടുക. നമുക്ക് ചൂടോടെ തന്നെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിയിട്ടാണ് കിട്ടുക. പക്ഷേ നമ്മൾ ഇതിപ്പോൾ ഏകദേശം ചൂടൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷെ ഉള്ളിലേക്ക് ചൂടുണ്ട്. ഞാൻ പരന്ന പാത്രത്തിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായത്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന നേരമാകുമ്പോഴേക്കും ചൂടാറിക്കോളും. പിന്നെ നമ്മൾ സലാഡ് എടുത്തു, അതേപോലെ തന്നെ അച്ചാർ. അപ്പം ഞാൻ ആദ്യം എടുത്തത് നാരങ്ങ അച്ചാറാണ്. നാരങ്ങച്ചാർ ഭയങ്കര ഇഷ്ടം തക്കാളി ചോറിന്. പക്ഷേ ഏട്ടൻ ഇത് കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിട്ടേൽപ്പിച്ചിട്ടോ. വേറെ ഒന്നല്ല, അവന് ഫ്രൂട്ട്സിൻ്റെ അച്ചാർ ഇരിക്കുന്നുണ്ടായിരുന്നു, നെസ്റ്റോന്നുകൊണ്ട് മേടിച്ചത്, അത് മതി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആദ്യം വേഗം പൊട്ടിച്ച് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വേഗം എടുത്തിട്ട് ഏട്ടനൊരു വായ വെച്ച് കൊടുത്തു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു സൂപ്പറായിട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാനും കഴിക്കാൻ പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ തക്കാളിച്ചോറ്. ഏട്ടൻ ആദ്യം ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടൊക്കെ അവൻ നന്നായി കഴിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അവന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ടൈം തൊട്ടേ നമ്മൾ കൂടുതലുള്ളവർക്കറിയാം. ആ ടൈമിൽ നമ്മളെ വീട്ടിൽ ഫ്രിഡ്ജോ മിക്സിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് ഞങ്ങൾ കൂടുതലും ഉണ്ടാക്കിയത്. വേറെ കറികളൊന്നും വയ്ക്കാൻ പറ്റില്ല. അന്ന് പിന്നെ പണിയെടുക്കാൻ കുഴപ്പമില്ല, നമുക്ക് എത്ര ടൈം വേണമെങ്കിൽ പണിയെടുക്കണമായിരുന്നു. പക്ഷെ അന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം അന്ന് ഞങ്ങൾ സ്ഥിരം തക്കാളി ചോറൊക്കെ തന്നെയായിരുന്നു കൂടുതൽ ഞങ്ങൾ കഴിച്ചത്. കാരണം എന്തെങ്കിലും വായിക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി ഫുഡ് കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയൊന്നും ഇല്ല. അപ്പം പിന്നെ ഒരുപാട് പാത്രങ്ങളും ഇല്ല. പിന്നെ കുക്കറിലുകൊണ്ട് ഞങ്ങൾ തക്കാളി ചോറ് നന്നായി ഉണ്ടാക്കി കഴിച്ചിരുന്നു. അതും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരയ്ക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാല അരയ്ക്കാണ് ചെയ്യുന്നത്. പക്ഷേ അന്ന് ഞാനിതൊക്കെ ഒരു ഇടിക്കല്ലിലിട്ട് അരച്ചെടുക്കും. ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച പേസ്റ്റ് പോലെ ആക്കി എടുക്കും കേട്ടോ, തുള്ളി എണ്ണ വെച്ചിട്ട്. എന്നിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്, ഇതൊക്കെ ഉണ്ടാക്കിയത്. അതൊക്കെ ഒരു കാലഘട്ടം. ഇന്നിപ്പോൾ പിന്നെ ആലോചിക്കുമ്പോൾ വെറും തമാശ. ഞാൻ ഉണ്ടായിട്ടുണ്ട് പറയല്ല. ഞാനത് പറഞ്ഞു സൂപ്പറാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചു. മുളക് പൊടി തനി കൂടിപ്പോയി.
അല്ല സലാഡ് ഉണ്ടാക്കിയുള്ള കൈ ഓ തൈരായാലും മുളകായാലും മുട്ട വന്നാലും ഉദ്ദേശിച്ച മുട്ട മുട്ട പോയി എന്റെ കൈ മട്ട തോട് പൊളിച്ചുള്ള കൈ നമുക്കിനി ഇങ്ങനെ മതിട്ടാ ഞാൻ ഇന്ന് തീരുമാനത്തല്ലേ നമ്മൾ രാവിലെ എന്നിട്ട് പ്രാർത്ഥിക്കുക വൈകിട്ട് വിളക്ക് വയ്ക്കുക അതൊക്കെ നമ്മൾ തെറ്റി അത് പണ്ടത്തെ പോലെ ആവും. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ ലൈഫ് ഓക്കെ അല്ല എന്നുള്ള ടെൻഷനോടെ ആയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ആവണം. ഇവിടേക്ക് താമസം മാറിയതിന് ശേഷം ഞങ്ങൾക്കൊരു അച്ചടക്കം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ടും പിന്നെ നമുക്ക് എന്നും എന്തെങ്കിലും ആവശ്യത്തെയും പുറത്ത് പോകാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും കറക്റ്റായി നടക്കണില്ല എന്നുള്ള വിഷമത്തെ ഇനി സെറ്റാക്കാം ഏട്ടാ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു ഉമ്മ കൊടുത്തത്. ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞങ്ങളിൽ തന്നെ തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഷെയർ ചെയ്യും. ഏട്ടാ നീ ഇത് ചിന്തി ശരിയാവണില്ല, നമ്മളിങ്ങനെയല്ല, നമ്മൾ പണ്ടത്തെ പോലെ വേണ്ട, അല്ലെങ്കിൽ എൻ്റെ കയ്യിലാണ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഏട്ടാ എന്നോട് പറയും. അപ്പം ഞങ്ങളത് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഞങ്ങൾ ആ ഒരു കേസ് മാറ്റും. നമ്മളതിൽ എന്താണോ തെറ്റ് അത് മാറ്റി നമ്മൾ പണ്ടത്തെ പോലെ അത് ശ്രമിക്കും കേട്ടോ. അതിന് അങ്ങോട്ട് കുറ്റപ്പെടുത്തലോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമുക്ക് അങ്ങനെ ആവണം, അത്രേ ഉള്ളൂ. പക്ഷെ അതിൽ തന്നെ ഞങ്ങൾ മനസ്സിലാക്കി ക്ലിയർ ആക്കാനും ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഞാൻ വേഗം പാത്രങ്ങളും മോറി പിന്നെ നമ്മളെ ഫുഡൊക്കെ ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട്. ഇനി കാത്തുമ്പോൾ എഴുന്നേറ്റ് വേണം കാത്തുമ്മയ്ക്ക് കൊടുക്കാൻ. ബാക്കിയുള്ള പാത്രം കഴുകി ഒതുക്കി വയ്ക്കാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പുറത്ത് പോകാണ്ടെന്ന്. അപ്പോഴേക്കും എനിക്ക് അടുക്കളയൊക്കെ ക്ലീൻ. ഞാൻ പിന്നെ വീടടിച്ചുടച്ചില്ലെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാവില്ല. പക്ഷെ അടുക്കളയ്ക്ക് എപ്പോഴും ക്ലീൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്ന ഡ്യൂട്ടി അടുക്കള ഡ്യൂട്ടി ആയിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം അടിച്ചെടുക്കണമൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി അടുക്കള പണിയാണ്. ആ ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും എനിക്കിഷ്ടമാണ്, അടുക്കള വൃത്തിയാക്കാനാണെങ്കിലും എനിക്കിഷ്ടമാണ്. എനിക്ക് കുറച്ച് ടൈമിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് നമ്മൾ ചില കാര്യങ്ങൾ പരീക്ഷിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇടയിൽ ഒന്നിനും വേണ്ടി ശ്രദ്ധ മൈൻഡ് മാറ്റാൻ പാടില്ല. പക്ഷേ നമ്മളെ ഉണ്ണിയുള്ള തന്നെ നമ്മളെന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ തുടങ്ങിയ 10 ആയിട്ട് നമ്മൾ ഉണ്ണി പാൽ കൊടുക്കാൻ അല്ലെങ്കിൽ ഉണ്ണി കരച്ചിൽ മാറ്റാൻ പോകണം. അപ്പം എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് സ്വയമായിട്ട് അറിയണോണ്ടാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കാത്തത്. ഇനി എൻ്റെ പരീക്ഷണങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. കാത്തു കാത്തുമ്മ വിഷമാതി ഉണ്ടോടി അപ്പം അതാ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. എഡിറ്റ് ചെയ്ത് തീരുമ്പോഴേക്കും നമ്മളെ കാത്തുമ്മ എഴുന്നേൽക്കുകയാണെങ്കിൽ കാത്തുമ്മ കൂടെ ഫുഡ് കഴിക്കുന്നെടുക്കാം, അല്ലെങ്കിൽ എത്രയൊക്കെ ഉണ്ടാവുള്ളൂ. എന്താ ശരിക്കും ഒരു ലൈഫാണോ ചോദിച്ചായോ പോയി 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 എത്ര നേരം കഷ്ടപ്പെട്ടത് 1 മിനിറ്റ് ഒന്നും ഇല്ല. ആണോ ചോദിച്ചാൽ അല്ല. നമുക്ക് കറക്റ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറേ പണിയെടുത്തു, ഒന്നും വീഡിയോ പറ്റില്ല. അതെന്താ വെച്ചാൽ വീഡിയോ എടുക്കുക, ഞാൻ പണിയെടുക്കുന്നു, ഞാൻ വീഡിയോ എടുക്കും. നീ എന്താ പണിയെടുക്കുന്നു? വീഡിയോ എടുക്കുക ഫോളോ കണ്ട ഉടായിപ്പാണ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട്. നാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സത്യത്തിൽ ഞാൻ പണിയെടുത്തിട്ടോ. എനിക്ക് അടിച്ചൊരിട്ടന്നോ ഞാൻ അടിച്ചോരാണ് ചൂലേ. ഇവിടുത്തെ ടെസ്റ്റ് എന്താ വെച്ചാൽ ഞാൻ ചെയ്യാൻ വേണ്ടി അതെടുക്കും, എടുത്തു കഴിഞ്ഞാൽ അപ്പം കാത്തെഴുതേക്കും. അപ്പം ഞാൻ നീ ഉണ്ണീന് പോയി ഉറക്കിക്കോ, ഞാൻ ചെയ്തോളാ പറയും. അങ്ങനെ ഒക്കെ ഞാൻ ചെയ്തിട്ട് അടുക്കള വൃത്തി അടുക്കള ഒരു ഇതൊക്കെ വൃത്തിയാക്കി വന്നു. പിന്നെ എനിക്ക് അത് ഉറച്ച് കഴിക്കണ്ടി 4 പാത്രം മാത്രം കഴുകണം. ബാക്കിയൊക്കെ എനിക്ക് ചെയ്ത് തന്നു. അതേപോലെ അടിച്ചോയിട്ട് തന്നു. തുണികൾ ഒരു ഇതൊക്കെ മടക്കി വെച്ചിരുന്നു. ആകെ ചുരിദാർ പിന്നെ മടക്കറിയില്ല. അങ്ങനെ 2 3 മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതറിയില്ല ഇങ്ങനെ നിങ്ങൾ മടക്കി വെക്കണ പോലെ. മറ്റൊക്കെ എനിക്കറിയാം, അത് നീളം കൂടിയ സാധനം ഇതെങ്ങനെ തിരിച്ചു മറിച്ച് വെക്കേണ്ടി. അത് ഈ പെണ്ണുങ്ങളെ തുണിക്കടയിൽ ജോലിക്കിക്കടായിരുന്നു. അത് നിന്നിട്ടില്ല, അതാണ് എനിക്ക്. ഇവ ചില നേരത്ത് പിന്നെ പെനെ മടക്കി വെച്ചിട്ട് പറയേ എന്താ ചെറുപ്പത്തില് തുണിക്കടയിൽ നിന്ന് എൻ്റെ ഗുണ്ടാന്ന് പറയും. അപ്പം പെണ്ണുകൾ തുണിക്കടയിൽ നിന്നിരുന്നെങ്കിൽ അതും കൂടി കിട്ടിയാനെ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നാളെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. ഇത് കഴിഞ്ഞ നാളത്തെ ഒരു വീഡിയോ തകർക്കും. ചേട്ടൻ്റെ വീഡിയോ ആണ്.
ഓക്കെ അപ്പോൾ ബൈ 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 ബൈ. നാളെ നമുക്ക് ആ വീഡിയോ ആയിട്ട് കാണാം അല്ലേ? അടിപൊളി വീഡിയോ ആയിരിക്കും കേട്ടോ. ഞങ്ങളിപ്പോൾ അതിന് പോവാൻ നിൽക്കാൻ, അതുകൊണ്ടാണ് ഞാൻ ഇനി വീഡിയോ എടുക്കാത്തത്. അതും കൂടി ഇല്ല കയറ്റാമായിരുന്നു, പക്ഷെ ഇന്നേക്ക് വീഡിയോ ഉണ്ടാവില്ല. യെസ്, അപ്പോൾ ഇന്നത്തേക്ക് വീട്ടിലുള്ള കാരണം ബൈ. ബാക്കി ഇരിക്കണം, കുറച്ചുകൂടി വൈകിട്ടായിട്ട് കിട്ടണം. രണ്ടാളുണ്ട് മാമുനുണ്ടേ മാമുനുണ്ടേ കുഞ്ഞേ എന്താ സൂപ്പർ ഇഷ്ടായ പുണ്ണ് വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് പനി പിടിച്ചണ്ട് അല്ലേ? വാവ് വന്നിട്ടുണ്ട് അല്ലേ? വാവാവു വാവാവു. അപ്പൊ എന്റെ കുട്ടിന് എന്തായാലും ഫുഡ് കഴിക്കട്ടെ. കണ്ട നല്ല എരി മാറാണ്ട് കൊറേ തൈരെടുത്തു, അപ്പൊ നല്ല ടേസ്റ്റ് ഇല്ലേ? എരിണ്ടാ? എരി ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് പുതിയ എക്സ്പ്രഷൻ ആണിത്. എരിണ്ടാ? ഇല്ലല്ലോ. സബോള വെട്ടണം, സബോള പെടാൻ പാടില്ല. സബോള ഇല്ലാതാണ് നമുക്ക് കൊടുക്കുക. സബോള പെട്ടെന്ന് അതിൽ നിന്ന് ഇട്ടരിച്ച് ഇല്ല